എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. നമുക്ക് ആദ്യം കാണാൻ പറ്റും, ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്സ്റ്റോക്സ് സൈൻ അപ്പ് ചെയ്യാനുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ആദ്യം ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. ഒരു OTP ഒക്കെ വരുന്ന കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ മൊബൈൽ നമ്പർ ഒന്നും കൊടുക്കില്ല, OTP വരും എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയുള്ള മൊബൈൽ നമ്പർ മാത്രം കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ഡിമാറ്റ് അക്കൗണ്ട് ഫോർ ഫ്രീ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എൻ്റെ മൊബൈൽ നമ്പർ എന്ന് കാണാം. വെരിഫൈ യു ആർ എ ഹ്യൂമൻ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് OTP എന്ന് കൊടുക്കുക. ഇപ്പം നമ്മുടെ മൊബൈലിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. നമുക്കൊരു OTP ഇപ്പോൾ വരുന്നതാണ്. OTP കൊടുത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ആഡ് യുവർ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ എൻ്റെ മെയിൽ ID ആണ് കൊടുക്കുന്നത്. ഞാനിവിടെ മെയിൽ ID എൻ്റർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ OTPക്ക് വേണ്ടി ഇത് വെരിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ മെയിലിലോട്ട് എന്താണ് ഒരു OTP വന്നിട്ടുണ്ടാവും. ഈ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ കാണാൻ പറ്റും, നമുക്ക് ഹെൽപ്പ് അസ് ടു നോ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ഇവർ ചോദിക്കുന്നത്. നമ്മൾ ഇതെല്ലാം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റിൽ താഴെ എടുക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞാണോ, സിംഗിൾ ആണോ, മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റും എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ടോ, അതോ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണോ എക്സ്പീരിയൻസ് അതിനനുസരിച്ച് കൊടുക്കാം. ഇവിടെ ഒക്യുപ്പേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നമുക്കതും കൊടുക്കാം. ഇനിയും ആനുവൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും നിങ്ങളുടെ എന്താണോ ആനുവൽ ഇൻകം ആ ഒരു രീതിയിൽ ആനുവൽ ഇൻകം കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഈ ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കുക. അതായത് ഈ അപ്സ്റ്റോക്സിനുള്ള ഡിക്ലറേഷൻ, അതായത് നമ്മൾ ഇന്ത്യയിലാണ് ടാക്സസ് അടയ്ക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കൽ ഇങ്ങനത്തുള്ള കുറച്ച് ടേംസും കണ്ടീഷനും ഒക്കെ വെച്ച് വരുന്നതാണ്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ കാര്യം ഇവിടെ നമുക്ക് നോക്കാം. ഐ വാണ്ട് മൈ അൺയൂസ്ഡ് ഫണ്ട്സ് ടു ബി സെറ്റിൽ ആഫ്റ്റർ എവറി 90 days. അതായത് ഇത് സെബിയുടെ ഒരു റെഗുലേഷനാണിത്. അതായത് നമ്മളിപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിൽ ഫണ്ട് ആഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അങ്ങനെ ആഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് 90 days, നമ്മളിതിനെ ക്വാർട്ടർലി സെറ്റിൽമെൻറ്റ് എന്നാണ് പറയുന്നത്. എല്ലാ 90 days കൂടുമ്പോഴും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ പണം തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മുടെ പാൻ നമ്പറും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം വെരിഫൈ ചെയ്യുവാണ്. നമ്മളുടെ അപ്സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഇത് ആധാറും പാനും എല്ലാം വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഷെയർ വിത്ത് ഡിജി ലോക്കർ എന്ന് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആധാറിൻ്റെ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിജി ലോക്കറിൽ നിങ്ങളുടെ നമ്പർ, ആധാറിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഞാനിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു ക്യാപ്ച ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ, നമ്മളുടെ ആധാർ രജിസ്റ്റർ ആയിരിക്കുന്ന നമ്പറിലോട്ട് ഒരു OTP വരും. 10 മിനിറ്റിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ആ OTP നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ OTP കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഡിജി ലോക്കറിൻ്റെ പാസ്വേഡ് അറിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോർഗറ്റ് സെക്യൂരിറ്റി പിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്കിതിനെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഒരു 6 ഡിജിറ്റ് പിന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പുതിയ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വെരിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഡിജി ലോക്കറിൻ്റെ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ അലോ കൊടുക്കുക. പ്ലീസ് സെലക്ട് വൺ മോർ ഓപ്ഷൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നമ്മുടെ കൺസെൻറ്റ് കൊടുക്കുക. അതായത് നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെല്ലാം ഞാനിവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിവിടെ അലോ എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇത് പ്രോസസ്സിംഗ് ആണ്. നമുക്കിത് നോക്കാം.
അപ്പോൾ നമ്മളുടെ പേരൻസ് നെയിമൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് എ സെൽഫിയാണ്. അതായത് നമ്മളുടെ ഫേസ് കാണിച്ച് നമ്മളാണ് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെൽഫി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സെൽഫി നമുക്ക് എടുക്കാം. നമ്മളിവിടെ ഫോട്ടോ കൊടുത്തിട്ട് നമ്മളെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളാണ് എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ബാക്കി ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് മേജർ ആയിട്ടുള്ളതൊക്കെ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തേക്ക് തൽക്കാലം ഞാൻ UPI ഇത് കൊടുക്കുവാണ്. നമുക്ക് UPI ത്രൂ ആണെങ്കിൽ 1 lakh വരെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ UPI ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് ഇത് വെരിഫൈ ചെയ്യേണ്ടതാണ്. സോ ഇവിടെ പേയ്മെൻറ്റ് ഡൺ ആയിട്ടുണ്ട്. UPI ത്രൂ നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ഡൺ ആയിട്ടുണ്ട്. ഇനി ₹1 നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് റീഫണ്ട് ചെയ്യും 48 മണിക്കൂറിനുള്ളിൽ. ഇത് നമ്മളിനി കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലിമിറ്റഡ് പീരീഡ് ഓഫർ, ഇവരുടെ കുറച്ച് അപ്സ്റ്റോക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഓക്കെ കൊടുത്തു, എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ചൂസ് ബേസിക്സ് പ്ലസ്, ഞാനിപ്പോൾ ബേസിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ലാസ്റ്റായിട്ട് വേണ്ടത് നമ്മളുടെ സിഗ്നേച്ചറാണ്. ഡ്രോ ആൻഡ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഡ്രോ സിഗ്നേച്ചർ കൊടുക്കണം, അപ്ലോഡ് സിഗ്നേച്ചർ. ഓക്കെ, ഇവിടെ 2 ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്ലോഡ് എ ക്ലിയർ ഫോട്ടോ ഇഫ് യു സൈൻ ഓൺ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്തിട്ട് നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സിഗ്നേച്ചർ ഡ്രോ ചെയ്തിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇതിനെ കണ്ടിന്യൂ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, IPO, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഇവർ തരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നേരെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. കണ്ടിന്യൂ ഐ അണ്ടർസ്റ്റുഡ് ജസ്റ്റ് കൊടുക്കുക. ഇത് ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കൊരു OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഇവർ ഫൈൻഡ് ചെയ്യുന്നതാണ്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു കാനറ ബാങ്ക് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ അപ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെടുത്ത കാര്യം. ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബാങ്ക് വെരിഫിക്കേഷൻ ഫെയിൽഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ നമ്പരും അതേപോലെ നമ്മൾ കൊടുത്ത നമ്പരും അതേപോലെ തന്നെ ബാങ്കും വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫെയിൽഡ് ആയിട്ടുണ്ട്. നമുക്കൊന്നെങ്കിൽ ഇത് മാനുവലി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളുടെ ഡേറ്റാസ് കാര്യങ്ങൾ, ഇപ്പോൾ അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ മാനുവലി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഐ വിൽ ആക്ടിവേറ്റ് FNO ലേറ്റർ. അതായത് നമുക്ക് FNOയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മാസത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലേറ്റർ ആയിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനത് തൽക്കാലം ലേറ്റർ എന്ന് കൊടുക്കുവാണ്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഡു യു വോണ്ട് ടു ആഡ് നോമിനീസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാനത് കൊടുക്കുന്നില്ല, പക്ഷേ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. തൽക്കാലം ഞാനത് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻഫോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഹിയർ ബൈ കൺഫേം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വെരിഫൈ ആപ്ലിക്കേഷൻ വിത്ത് യുവർ ആധാറാണ്. അപ്പോൾ ഞാനിവിടെ സൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. വ്യൂ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ. ഓൾറെഡി നമ്മൾ ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സൈനും കാര്യങ്ങളും എല്ലാം വെച്ച് എൻ്റർ ചെയ്ത കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഞാനിവിടെ സൈൻ ആപ്ലിക്കേഷൻ, നമ്മുടെ ഫൈനൽ സ്റ്റേജ് സൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. സൈൻ നൗ. ഇനി ഇത് നമ്മൾ സൈൻ ആണ് ചെയ്യുന്നത്. നമ്മുടെ ആധാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ ആധാർ നമ്പർ എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ OTP ഗെറ്റ് OTP കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നമ്പറിലോട്ട് ഇപ്പോൾ OTP വരുന്നതായിരിക്കും.
ഇവിടെ ഇത് മറന്നുപോലെ ഐ അഗ്രി എബൌട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുക, എന്നിട്ട് ഗെറ്റ് OTP കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു OTP വരുന്നതാണ്. നമ്മളുടെ നമ്പറിലോട്ട് തന്നെ OTP ഇപ്പോൾ വരും. ഇവിടെ ഞാൻ OTP കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ OTPനെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൈനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഉള്ളൂ ഒരു അക്കൗണ്ട് എടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് കാണാൻ പറ്റും. ഇവിടെ അണ്ടർ റിവ്യൂ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആസ് ഓഫ് നമ്മൾ ഇപ്പോഴാണ് ഇത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വെരിഫൈഡ് ആവും. വെരിഫൈഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ അക്കൗണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഭാഗത്തിന് നമുക്ക് ഈ ഒരു അക്കൗണ്ട് വെരിഫൈഡായി കൃത്യമായിട്ട് കിട്ടുന്നതാണ്.